ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന കുറച്ച് ഔഷധക്കൂട്ടുകളാണ്. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കുമൊക്കെ ദേഹത്തും തലയിലും ഒക്കെ തേക്കുന്ന എണ്ണയിൽ കൂട്ടി മുറുക്കുന്ന ഒരു ഔഷധക്കൂട്ടിൻ്റെ വിവരങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതിൽ ആദ്യമായി ഞാൻ കാണിക്കുന്നത് ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നമ്മുടെ ആയുർവേദ കടകളിലൊക്കെ സുലഭമായി കിട്ടുന്ന ഉണക്കനെല്ലി എന്ന സാധനമാണ്. ഉണക്കനെല്ലിക്ക. ഇത് കറുത്ത എള്ള് എണ്ണയുടെ ഏതെണ്ണയുടെ കൂടെയാണെങ്കിലും നമ്മുടെ ശരീരത്തിലും തലയിലും തേക്കുന്ന ഏത് എണ്ണയുടെ കൂടെയും ചേർക്കാൻ പറ്റിയ ഒരു ഔഷധം കൂടിയാണ്. പിന്നെ കയ്യുന്യത്തിൻ്റെ പൊടി നമുക്ക് ആയുർവേദ കടകളിൽ കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങളുടെ തൊടികളിൽ ഇതുപോലെയുള്ള സസ്യം, കയ്യുന്യത്തിൻ്റെ സസ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതും ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊരു സാധനം നമ്മുടെ സാധാരണ എല്ലാവരുടെയും വീട്ടുമുറ്റത്ത് കാണുന്ന തുളസിയില. നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ്, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് വ്യക്തമുള്ള കാര്യമാണ്. പിന്നെ ഉള്ളതാണ് ഈ കറ്റാർ വാഴയുടെ തൊലി കളഞ്ഞ് വേണം ഉപയോഗിക്കാൻ. ഇതിൻ്റെ തൊലി എണ്ണ മുറുക്കുമ്പോൾ അരയ്ക്കുന്നതിൻ്റെ കൂടെ ചേർക്കാൻ പാടില്ല. ഇതിൻ്റെ തൊലി മുകളിൽ നിന്ന് ചെത്തിക്കളഞ്ഞ് അതിൻ്റെ കറ നീക്കം ചെയ്ത് അതിനകത്തെ ആ ജെല്ല് പോലെ ഇരിക്കുന്ന ലിക്വിഡ് മാത്രമേ നമ്മുടെ എണ്ണ മുറുക്കാൻ ആ സമയത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെയുള്ളത് ഇത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ കണ്ടാൽ പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലായെന്നിരിക്കില്ല. ഇതാണ് തേക്കിൻ്റെ കുരുന്ന ഇല. ഇത് ഒരുമാതിരിപ്പെട്ട എല്ലാ ത്വക്ക് ഉപയോഗിക്കുന്ന എണ്ണയിൽ ഉൾപ്പെടുന്ന ഒരു സാധനമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഫലപ്രദമായി ചൊറി, ചിരങ്ങ് എന്നിവ വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ പൂർവികർ എണ്ണകളിൽ ചേർത്ത് ദേഹത്ത് തേച്ചിരുന്ന ഒരു ഔഷധമാണ്. ഇത് നിങ്ങൾക്കൊക്കെ അറിയാം. ചെമ്പരത്തിയുടെ മുട്ട്, നല്ല ചുമന്ന ചെമ്പരത്തിയുടെ മുട്ട് ഏറ്റവും നല്ലതാണ്. പിന്നീട് ഉള്ളതാണ് കറിവേപ്പില. ഇതിൻ്റെ ഒരു 1-2 തണ്ട് മതി. ആര്യവേപ്പിലയ്ക്കും ഉപയോഗിക്കാം. ഇത് പനിക്കൂർക്ക എന്ന് പറയുന്ന നമ്മുടെ കുട്ടികളും വലിയവരും ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളിലും സുലഭമായി കിട്ടുന്നൊരു സസ്യമാണ്. ഇത് നമ്മുടെ തുളസി മാതിരി എല്ലാ വീടുകളിലും വെച്ച് പിടിപ്പിക്കുന്ന ഒരു സസ്യം കൂടിയാണ്. അത് നല്ല ഒരു ഔഷധമാണ്. പിന്നെയുള്ളത് ഇതാണ് കേശകാന്തി. മുടിയിൽ തിളക്കവും നല്ല കറുപ്പ് കളറും വരാൻ സഹായിക്കുന്നു. മറ്റൊന്ന് വെറ്റില, വെറ്റില. ഇത് ഒരു ഔഷധം കൂടിയാണ് എന്നുള്ള കാര്യം ഞാൻ പറയാം. നിങ്ങൾക്കൊക്കെ അറിയാം വെറ്റില. അതുപോലെ തന്നെ ഇത് എന്തിൻ്റെ പേരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് നമ്മുടെ വഴി സൈഡിലും പറമ്പിലും ഒക്കെ കാണുന്ന കുറുന്തോട്ടി വേര് ചതച്ച് ഇതും ഈ ഔഷധക്കൂട്ടിൻ്റെ കൂടെ നമ്മൾ മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അരച്ച് വേണം ഉപയോഗിക്കാൻ. ഇത് എന്താണെന്നറിയാമോ? ഇതാ ചെറുപുള്ള എന്ന് പറയുന്നതും ഒരു ഔഷധ സസ്യമാണ്. തലമുടിക്കും ദേഹത്തും ഉള്ള ത്വക്ക് രോഗങ്ങൾക്കൊക്കെ ഒരു ആയുർവേദ മരുന്ന് കൂടിയാണിത്. ഇതിൻ്റെയും ഈ കുരുന്ന ഇലകൾ നമ്മൾ ഈ ഔഷധക്കൂട്ടിനോടൊപ്പം ചേർക്കുന്നുണ്ട്. ഇനി ഈ കുറുന്തോട്ടി അഥവാ നിങ്ങൾ അരയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് ചതച്ച് ബാക്കിയുള്ള കൂട്ടുകൾ എല്ലാം കൂടെ കൂട്ടി മിക്സിക്കകത്തിട്ട് അരച്ച് ഇതൊരു തുണിയിൽ അരിച്ചെടുത്ത് ആ നീര് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്ത് അതിൻ്റെ കൂടെ നമുക്ക് ഈ ഉണക്കനെല്ലിക്കായ, കയ്യുന്നിപ്പൊടി, അതും ഈ കുറുന്തോട്ടി വേര് ചതച്ചിട്ടതും കൂടെ ഇട്ട് മുറുക്കാൻ വെക്കുന്ന എണ്ണ, കുമളകൾ ഏകദേശം അവസാനിക്കുന്ന, അതായത് ഒരുപാട് കൂടുതൽ മൂക്കാതെ, എന്നാൽ അത് നോക്കി നിന്ന് ഇളക്കി വേണം ഇത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി. ഇതിൻ്റെ അകത്തെ ജലാംശം എല്ലാം ഏകദേശം തീർന്നു കഴിയുന്ന ആ സമയത്ത് തന്നെ വാങ്ങി തണുത്ത് കുപ്പിക്കകത്താക്കി വെച്ച് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നന്ദി.